ഞാനിങ്ങനെ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഇപ്പോൾ ഇവിടെ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുട്ടികളെ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റും പോലീസും ജാഗ്രതയായി അതിനൊന്നും നമ്മൾ എതിർക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യാം. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സ്ഥാപനത്തിനും എല്ലാം ഗുണം കിട്ടുന്നത് പരമാവധി ഗുണം കിട്ടുന്നത് ഏതാണ് എന്ന് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യും. 100% ഗുണം കിട്ടുന്ന ഒറ്റയില്ല ഇവിടെ. ഈ രാഷ്ട്രീയ പാർട്ടി തന്നെ ഒറ്റൊന്നും പൂർണ്ണമായിട്ട് നല്ലതല്ല. 100% വിശ്വസിക്കാനും പറ്റൂല. എന്നാൽ ഉള്ളതിൽ വെച്ച് നല്ലത് നോക്കി തെരഞ്ഞെടുത്ത് അതിന് വോട്ട് ചെയ്യാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ എലക്ഷൻ വരുമ്പോ ഭ്രാന്തളകുന്ന മനുഷ്യന്മാരുണ്ട്. ഒരാൾക്ക് അഭിപ്രായം ഒരാളായിരിക്കും, അവരെ ഭരണം വന്നാലാ നല്ലത്. വേറൊരാൾക്ക് മറ്റൊരഭിപ്രായമായിരിക്കും, മറ്റൊരു ഭരണം വന്നാലാ നല്ലത്. ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ രണ്ടഭിപ്രായമുള്ളവർ നിങ്ങൾ ഏതിന് അഭിപ്രായപ്പെടുന്നോ ആ അഭിപ്രായക്കാർക്ക് വോട്ട് ചെയ്യുക. എന്നാലും നിങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല, നിങ്ങൾ തമ്മിൽ അടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. എന്തിനാണ് മക്കളെ ഏതോ ഒരാള് ഒരു സ്ഥാനാർത്ഥി ജയിച്ച് അസംബ്ലിയിലേക്ക് പോകുന്നതിന് നമ്മളെ ഈമാൻ വെക്കണോ? നമ്മളെ ഈമാൻ എന്തിനാണ് നശിപ്പിക്കുന്നത്? ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, ഫസാദ് പറഞ്ഞ്, ഫിത്ന പറഞ്ഞ്, ആലിമീങ്ങളെ പേരിൽ കളവ് പറഞ്ഞ്, എന്തെല്ലാം കളവാ ഞങ്ങളെ പേരിലൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വരിക. ഞങ്ങളൊന്നും പറയാറില്ല, പറയാത്തത് ഇങ്ങനെ വരിക, പല കളവും. ഈ കളവ് കണ്ടിട്ട് മറ്റേ നമ്മളെ ഖാദിയാർ, നമ്മളെ ഉസ്താദ്, നമ്മളെ മുദരിസ് അവർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു, ഇവർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു, മറ്റത് പറഞ്ഞു, അതെല്ലാം കളവാണ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് രാജ്യത്തിന് ഏറ്റവും നല്ലത് ഏത് എന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുക. അഥവാ രണ്ടാള് രണ്ടഭിപ്രായക്കാരനായി പോയി എന്ന് വെക്കുക. ഒരു പ്രസിഡന്റ് ഒരു അഭിപ്രായം, സെക്രട്ടറി വേറൊരു അഭിപ്രായം ഒരു മഹലിലെ. എന്നാൽ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യാന്നല്ലാതെ പിറ്റേന്നും നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും ആയിട്ട് തുടരണം. നിങ്ങൾ യോജിപ്പോടുകൂടി നടക്കണം. നമ്മുടെ നാട്ടിന്റെ കാര്യം ഒന്നായിട്ട് നോക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കമുണ്ടാകാൻ പാടില്ല. മാന്യ മോമിനികളെ വളരെ വേദനിക്കാറുണ്ട്, അങ്ങേയറ്റം വേദനയാണ്. എലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ജയിച്ചു എന്ന് കേട്ടാൽ സുബ്ഹാനല്ലാഹ്, കേരളത്തിലൊക്കെ സ്ഥിതിപ്പെടുത്തത് എനിക്കറിയില്ല. തുള്ളി ചാടി ഇങ്ങനെ എന്തെല്ലാമാണ് പറയുന്നത്. കള്ളു കുടിച്ച മസ്താന്മാരെക്കാൾ ഏറ്റവും അപകടം പിടിച്ച ചീത്തവാക്കുകൾ വായിലൂടെ വരികയും ആലിമ്യങ്ങളെ തെറി പറയുകയും മുഅ്മിനീങ്ങളെ കുറ്റം പറയുകയും മനുഷ്യരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സ്വഭാവം പല ആളുകൾക്കുമുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആയിപ്പോകരുത്. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. നമ്മളെ ഈമാൻ മറ്റൊരുത്തന് വേണ്ടി വിറ്റിട്ട് കാര്യമില്ല. അതാ യൗമലായം മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ശരിയായ ഹൃദയം, രക്ഷപ്പെട്ട ഹൃദയം, നല്ല ഈമാനുള്ള ഹൃദയം, ആ ഹൃദയവുമായി എത്തുന്നവനല്ലാതെ മറ്റൊരാൾക്കും യാതൊരു രക്ഷയും ഇല്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളണം. ഒരു എലക്ഷൻ കൊണ്ടുവച്ചിട്ട് നമ്മൾ മുർത്തദ്ദായി പോണ്ട, നമ്മൾ കാഫിറായി പോണ്ട, നമ്മൾ ഫാസിക്കായി പോണ്ട. നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുള്ളൂ. എന്നാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും സ്നേഹവും അതൊക്കെ നിലനിർത്തുകയും ഒരിക്കലും അങ്ങും ചീത്ത പറയാതെ, തെറി പറയാതെ, തെറ്റിപ്പിരിയാതെ മുന്നോട്ട് പോവുകയും ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മളെ ഈമാന്റെ കാര്യമാണ്. ഈമാൻ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ, ഈമാൻ അല്ലാഹു ശക്തിപ്പെടുത്തി തരട്ടെ. ഞാൻ